മുൻപ് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഇന്ത്യ ആണവ പരീക്ഷണങ്ങളുടെ ആദ്യ ഘട്ടങ്ങൾ ആരംഭിച്ചപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ ജനങ്ങൾ പുല്ല് നിന്ന് ജീവിച്ചാലും പട്ടിണി കിടന്ന് ചത്താലും ശരി, ഇന്ത്യ ഒരു ആണവ ശക്തി ആകുന്നുണ്ടെങ്കിൽ പാകിസ്ഥാനും ഒരു ആണവ ശക്തി ആയിരിക്കും. വർഷങ്ങൾക്കിപ്പുറം ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. പാകിസ്ഥാന്റെ ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയും കൊടിയ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കഴിയുമ്പോഴും സ്വന്തം ജനങ്ങളെ നോക്കാതെ ഇന്ത്യയോട് മുട്ടി നിൽക്കാൻ പുതിയ ആയുധങ്ങൾ, പടക്കോപ്പുകൾ വാങ്ങിക്കൂട്ടുകയാണ് ആ രാജ്യം. അടുത്തിടെ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്ത്യ ഒരു തിളങ്ങുന്ന മെഴ്സിഡസ് ബെൻസ് ആണെങ്കിൽ പാകിസ്ഥാൻ ഒരു ടിപ്പർ ലോറിയാണ്. ഈ ടിപ്പർ ലോറി പോയി ബെൻസിലിടിച്ചാൽ ആർക്കായിരിക്കും നഷ്ടം എന്ന്. അതെ, ഇന്ത്യ എന്ന മെഴ്സിഡസ് ബെൻസിനോട് മുട്ടി നിൽക്കാൻ ആ ടിപ്പർ ലോറി വീണ്ടും വരികയാണ്. ഇന്ത്യയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ബദലായി ചൈനയിൽ നിന്ന് അത്യാധുനിക HQ-19 സിസ്റ്റം വാങ്ങാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ. എന്താണ് ഈ HQ-19 സിസ്റ്റം? ചൈന എയറോസ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി കോർപ്പറേഷൻ CASC നിർമ്മിച്ച HQ-19 അമേരിക്കയുടെ ഏറ്റവും മികച്ച സിസ്റ്റങ്ങളായ THAAD SM-3 ഇന്റർസെപ്റ്ററുകൾക്ക് തുല്യമാണെന്നാണ് ചൈന തള്ളിമറിക്കുന്നത്. 1000 മുതൽ 3000 കിലോമീറ്റർ വരെ പരിധിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ വരെ വെടിവെച്ചിടും. 200 കിലോമീറ്റർ ഉയരത്തിൽ വരെ പ്രഹരിക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഇങ്ങനെ പോകുന്നു തള്ളുകൾ. തീർന്നില്ല, ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള ഭീഷണികളെ പോലും നശിപ്പിക്കാൻ ഇതിന് കഴിയുമെന്നൊക്കെയാണ് ചൈന പാകിസ്ഥാനെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നത്. നിലവിൽ ചൈനയുടെ കൈവശമുള്ള കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച ആന്റി ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റമാണിത്. ഏകദേശം $12 ബില്യൺ, അതായത് 1 ലക്ഷം കോടി രൂപയോളം വരുന്ന വമ്പൻ പ്രതിരോധ കരാറിലൂടെയാണ് ചൈന ഈ ജൂനിയർ മാൻഡ്രേക്കിനെ പാകിസ്ഥാന്റെ തലയിൽ കെട്ടിവെക്കുന്നത്. ഇന്ത്യ എന്ന മെഴ്സിഡസ് ബെൻസിനെ ഇടിച്ചു തെറിപ്പിക്കാൻ ഇറങ്ങുന്ന പാകിസ്ഥാൻ എന്ന ടിപ്പർ ലോറി, ആ ടിപ്പർ ലോറിയുടെ എഞ്ചിൻ ചൈനീസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ലോറി ചെന്ന് ബെൻസിനെ ഇടിക്കുന്നതിന് മുൻപേ തന്നെ അത് ബ്രേക്ക് ഡൗൺ ആയി വഴിയിൽ കിടക്കും. ലോകം ചോദിക്കുന്നത് ആ ഒരൊറ്റ ചോദ്യമാണ്. ഇതേ ചൈനീസ് സിസ്റ്റങ്ങൾ കൈവശമുണ്ടായിട്ടും, HQ-19 ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കൈവശമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇറാന് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കയ്യിൽ നിന്ന് ഇത്രയും തല്ല് വാങ്ങിക്കൂട്ടേണ്ടി വന്നത്? ഇറാനെ വിശ്വസിപ്പിച്ച് ഈ ചൈനീസ് സാധനങ്ങൾ അവിടെ കൊണ്ടിട്ടു. പക്ഷേ പണി വന്നപ്പോൾ ഈ ചൈനീസ് പടക്കോപ്പുകൾ ഒന്നും മിണ്ടിയില്ല. ഇസ്രയേലിന്റെ മിസൈലുകൾ ഇറാന്റെ ആകാശത്ത് പൂത്തിരി കത്തിക്കുന്നത് പോലെ പറന്നിറങ്ങിയപ്പോൾ ചൈനയുടെ ഈ HQ സിസ്റ്റങ്ങൾ വെറും കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നു. മുൻപ് ഇവർ ചൈനയിൽ നിന്ന് വാങ്ങിയ HQ-9B സിസ്റ്റം ഓർമ്മയുണ്ടോ? ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ പാക് അതിർത്തിയിലേക്ക് കയറിയപ്പോൾ ഈ ചൈനീസ് സിസ്റ്റം പാകിസ്ഥാനെ ചതിച്ചു. ഇന്ത്യ ആ സിസ്റ്റത്തിന്റെ 5 റഡാറുകളാണ് തകർത്ത് തരിപ്പണമാക്കിയത്. എന്ന് മാത്രമല്ല, പാകിസ്ഥാന്റെ കണ്ണായിരുന്ന 2 സ്വീഡിഷ് അവാക്സ് വിമാനങ്ങളെയും ഇന്ത്യ അടിച്ചു വീഴ്ത്തി. അതോടെ പാകിസ്ഥാന്റെ ആകാശം ഇപ്പോൾ തുറന്നു മറന്നു കിടക്കുകയാണ്. ഇപ്പോൾ ആ നാണക്കേട് മാറ്റാൻ പുതിയ ചൈനീസ് കുഴിയിൽ വീഴുകയാണ് അസീം മുനീറും കൂട്ടരും. ജനങ്ങൾ ആട്ടയ്ക്കും പാലിനും വേണ്ടി ക്യൂ നിൽക്കുമ്പോഴാണ് സൗദിയുടെയും ചൈനയുടെയും കാല് പിടിച്ച് വാങ്ങി കടം വീട്ടാൻ നോക്കാതെ 40 സ്റ്റെൽത്ത് ഫൈറ്ററുകൾക്കും ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിനുമായി പാകിസ്ഥാൻ പണമെറിയുന്നത്. ഈ ഡീലിന്റെ മറ്റ് വിവരങ്ങൾ കേട്ടുകഴിഞ്ഞാൽ പാകിസ്ഥാനെ പറ്റിക്കാൻ ഇത്ര എളുപ്പമാണോ എന്ന് ആർക്കും തോന്നിപ്പോകും. 4000 കിലോമീറ്ററോളം ഡിറ്റക്ഷൻ റേഞ്ചുള്ള ടൈപ്പ് 610A AESA റഡാറാണ് ഈ HQ-19 വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്. അതുവഴി ദക്ഷിണേഷ്യ മുതൽ ചൈനയുടെ ഉൾപ്രദേശങ്ങൾ വരെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുമത്രേ. ഇങ്ങനെയാണ് ചൈന പാകിസ്ഥാൻ നൽകുന്ന വാഗ്ദാനങ്ങൾ. അതായത് ചൈനയുടെ ഉൾപ്രദേശങ്ങൾ നിരീക്ഷിക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനം ചൈന പാകിസ്ഥാന് തന്നെ നൽകുന്നു. ഇത് വിശ്വസിക്കാൻ മാത്രം മൂളയില്ലാത്ത പൊട്ടന്മാരാണ് പാകിസ്ഥാന്റെ നേതൃനിരയിൽ ഇപ്പോൾ ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓപ്പറേഷൻ സിന്ദൂരിൽ നിന്ന് പാഠം പഠിക്കാത്ത പാകിസ്ഥാൻ ഈ ചാത്തന് പുറമെ 40 J-35A സ്റ്റെൽത്ത് ഫൈറ്ററുകൾ ഉൾപ്പെടെ 4 തരം യുദ്ധവിമാനങ്ങളും JF-17 അപ്ഗ്രേഡുകളും കുറച്ചുകൂടി J-10C ഫൈറ്ററുകളും പേര് വെളിപ്പെടുത്താത്ത മറ്റൊരു സംവിധാനവും ഒക്കെ ചൈനയിൽ നിന്ന് വാങ്ങുന്നു എന്നാണ് പാകിസ്ഥാൻ വ്യോമസേന സ്ഥിരീകരിച്ചത്. ഓപ്പറേഷൻ സിന്ദൂരിൽ നശിപ്പിക്കപ്പെട്ട സ്വീഡിഷ് വിമാനങ്ങൾക്ക് പകരം ചൈനയിൽ നിന്ന് KJ-500 എയർബോൺ ഏർലി വിമാനങ്ങളും വാങ്ങാൻ പദ്ധതിയുണ്ട്. ഈ ചൈനീസ് J-35A സ്റ്റെൽത്ത് ഫൈറ്ററുകൾ വരുന്നതോടെ ഡീപ് സ്ട്രൈക്ക് മിഷനുകൾ നടത്താൻ ഉള്ള ശേഷി പാകിസ്ഥാനിൽ ലഭിക്കുമെന്നാണ് ചൈന പാവങ്ങളെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നത്. ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്. പട്ടിണി മാറ്റാൻ പോലും ഗതിയില്ലാത്ത പാകിസ്ഥാന്റെ ഈ $12 ബില്യൺ ആയുധങ്ങൾ വാങ്ങാൻ എവിടെ നിന്നാണ് പണം കണ്ടെത്തുന്നത്? അതിനുത്തരം ഇതാണ്. യഥാർത്ഥത്തിൽ ഇത് പാകിസ്ഥാന്റെ ആവശ്യമല്ല, ചൈനയുടെ ആവശ്യമാണ്. ഇന്ത്യയെ പൂട്ടാൻ പാകിസ്ഥാന്റെ മണ്ണിൽ സ്വന്തം ആയുധങ്ങൾ സെറ്റ് ചെയ്യാനുള്ള ചൈനയുടെ കുതന്ത്രം. ഇതിന് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് സൗദി അറേബ്യ നൽകിയ പണമാണ്. ഒടുവിൽ ഇറാന് സംഭവിച്ചതുപോലെ ഒരു യുദ്ധം വന്നാൽ ഈ ചൈനീസ് സാധനങ്ങൾ പ്രവർത്തനരഹിതമാവുകയും കടം വാങ്ങി പാകിസ്ഥാൻ കൂടുതൽ പണ്ടാരമടങ്ങുകയും ചെയ്യും. അസീം മുനീർ പറഞ്ഞ ആ ടിപ്പർ ലോറി ഇപ്പോൾ ചൈനീസ് വർക്ക്ഷോപ്പിലാണ്. അവിടെ നിന്ന് ഇറങ്ങുന്നത് നല്ല ചാത്തൻ എഞ്ചിനും ബ്രേക്കും ഒക്കെ ആയിട്ടാണ്. ഈ ലോറിക്ക് മെഴ്സിഡസ് ബെൻസിനെ തൊടാൻ പോയിട്ട് ഒന്ന് റോഡിലിറക്കാനുള്ള കരുത്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക് ഓഫ് ഇന്ത്യ.